തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ് പരിശോധിച്ചിരിക്കുകയാണ് ഫോറൻസിക് സംഘം. തമ്പാനൂർ പോലീസിന്റെയും ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെയും ഫോറൻസിക്കിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. മെമ്മറി കാർഡ് കാണാതായതിൽ കെ.എസ്.ആർ.ടി.സിയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് പരിശോധന. സുനിഷ അയ്യലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, മേയർ ഈ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിൽ ഏറ്റവും നിർണായകമായ കാര്യം ഇത് തന്നെയായിരുന്നു. മെമ്മറി കാർഡ് കാണാനില്ല, അതെവിടെ എന്ന ചോദ്യം തന്നെയാണ്. ഏതായാലും മറ്റൊരു തരത്തിലേക്ക് ഇപ്പോൾ കേസ് എത്തിയിരിക്കുന്നു. പോലീസ് അന്വേഷണം വിശദമായി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ പരിശോധന എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? വിനീത, അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കെ.എസ്.ആർ.ടി.സിക്ക് അകത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായി ഈ പോലീസ് സംഘം പരിശോധന നടത്തുന്നത്. പിന്നാലെ തന്നെ മെമ്മറി കാർഡ് ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിർണായകമായ തെളിവുകൾ വേണ്ട മെമ്മറി കാർഡ് എവിടെ പോയി എന്ന ചോദ്യം ഉയരുകയും ചെയ്യുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. കെ.എസ്.ആർ.ടി.സി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് തമ്പാനൂർ പോലീസ് കേസ് എടുക്കുകയും ചെയ്തിരുന്നത്. പിന്നാലെയാണ് ഈ മെമ്മറി കാർഡ് എങ്കിൽ ആരാണ് മാറ്റിയത് എന്ന ചോദ്യം ഉയരുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടന്നിരിക്കുന്നത്. ഒരു അരമണിക്കൂർ ഉച്ചയ്ക്കായിരുന്നു പരിശോധന. തമ്പാനൂർ ഡിപ്പോയിൽ എത്തി ഒരു അരമണിക്കൂറോളം ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും അടക്കം എത്തി വിശദമായ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ആരുടെയെങ്കിലും ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിർണായകമാകേണ്ടിയിരുന്ന ഒരു മെമ്മറി കാർഡ്, ഈ വിവരങ്ങൾ ഈ മേയർ പറഞ്ഞതുപോലെ ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആ ദിവസം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ മെമ്മറി കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ നിലവിൽ അത് കാണാതായ സാഹചര്യത്തിൽ ഫോറൻസിക് സംഘത്തിന്റെ അടക്കം പരിശോധനയിലൂടെ ഏതെങ്കിലും രീതിയിൽ മെമ്മറി കാർഡിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയാണ് ഏതായാലും തമ്പാനൂർ പോലീസും ഇപ്പോൾ ഊർജിതമായി നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നത്തെ പരിശോധനയും. വിനീത, ശരി. സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ നിർണായകമായ മെമ്മറി കാർഡ് എവിടെ പോയി എന്നത് തന്നെയാണ് ചോദ്യം. അതിന്മേലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്.